എല്ലാ വീക്കെൻഡിലും ഒരു ചർച്ചാ വിഷയം ആകാൻ പോകുന്ന ഒരേ ഒരു പേര് സാബുമാൻ. സാബുമാനിസം എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് പേര്. എന്തായിരിക്കും സംഭവം? ഇത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല പല ഫേസ്ബുക്ക് പേജുകളിലും ഇൻസ്റ്റയിലുമൊക്കെ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു 2 ആഴ്ചയായി കാണും ഈ സംഭവങ്ങളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. സാബുമാൻ്റെ സപ്പോർട്ട് ആദ്യമൊക്കെ നമ്മളിങ്ങനെ അങ്ങ് എന്ത് സാബുമാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോയി. പക്ഷേ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് ഇതിനകത്ത്. കാര്യം ഗെയിം ഇതിനകത്ത് അൺഫെയറിസം വരും എന്നുള്ളത് അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും സാബുമാന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതായത് മറ്റുള്ളവരെയൊക്കെ വെറുക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നുണ്ടോ? അത് സാബുമാന് വോട്ട് പോകുന്നുണ്ടോ? എന്തായിരിക്കും കാരണം അല്ലേ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ സീസണിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഓഡിയൻസിന് ഈ ആൾ തന്നെ കപ്പടിക്കണം. ഫാൻസും PR-കളും ആർമിക്കാരും ഒഴിച്ചു വെച്ചാൽ ഓഡിയൻസിന് പ്രത്യേക ഇഷ്ടമില്ല. ഞാനിപ്പോൾ ഒരു പോൾ ഇട്ട് കഴിയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു പോൾ ഇടുകയാണെങ്കിൽ അതിൽ വരുന്നത് മാക്സിമം ആൾക്കാരും ഫാൻസുകാരും ആർമിക്കാരും ആയിരിക്കും. ആ പോളിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടാൻ പോണില്ല. നമുക്ക് ചിലപ്പം ഫാൻസുകാരുടെ ഇതിനകത്ത് അനീഷ്, ഷാനവാസ്, അനു ഇങ്ങനെ കുറച്ച് ആൾക്കാരെ നമുക്ക് കിട്ടും. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസ് മാത്രമല്ല ഈ പോളിലുള്ളത്. ഈ പോളിനകത്ത് അപ്പം നമുക്ക് കറക്റ്റ് ഓഡിയൻസിൻ്റെ പൾസ് അറിയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഈ ഫോണുകളിൽ വരുന്ന മെസ്സേജുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്, കഴിഞ്ഞ സീസണിലും മുറ്റ സീസണിലൊക്കെ എനിക്ക് ഫോണുകൾ എനിക്ക് സ്ഥിരമായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നും എല്ലായ്പ്പോഴും സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഞാൻ എൻ്റെ ലൈഫ്, അതായത് ബിഗ് ബോസ് ലൈഫിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെൻ്റെ ഫ്രണ്ട്സായി വർഷങ്ങളോളം കഴിഞ്ഞ്. അപ്പോൾ ഇവരെല്ലാം ബിഗ് ബോസ് ആകുമ്പോഴും അവർ വരും. രേവതി എന്തുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കും, കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഇവരെല്ലാവർക്കും സാധാരണ കഴിഞ്ഞ സീസൺ വരേക്കും പല പല ആൾക്കാരായിരുന്നു ഇവരുടെ ഫേവറേറ്റ്സ്. മനസ്സിലായി? അപ്പം ഞാൻ ഈ ഫാൻസ് അല്ല ഇവർ ജെനുവിൻലി ഗെയിം മാത്രം നിരീക്ഷിച്ച് പറയുന്ന ആൾക്കാരാണ്. ഞാൻ ഫാൻസുകാരെ ഒരിക്കലും അടുപ്പിക്കൂല എൻ്റെ ഫ്രണ്ട്സുകാർ. കാരണം അവരിങ്ങനെ അത് നമുക്ക് ഒറ്റ സെൻറ്റൻസ് തന്നെ മനസ്സിലാവും അവർ ഫാൻസാണെന്നുള്ളത്. കാര്യം അവർ നമ്മളെ അവരുടെ ആളെ മാത്രം നിർത്തിയിട്ട് നമ്മളിങ്ങനെ പറയാൻ തുടങ്ങും. അങ്ങനെ അല്ലല്ലോ രേവതി, എൻ്റെ ആളാണ് അപ്പം തന്നെ മനസ്സിലാവും. ഫാൻസിനെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഒഴിവാക്കും അത്. അപ്പോൾ ഫാൻസിനെ ഞാൻ കൂടുതൽ ഇതാക്കില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ കിട്ടുന്നത് ഗെയിമിനെയും ബിഗ് ബോസിനെയും ആസ് എ ജനറലായിട്ട് കാണുന്ന ആൾക്കാരെയാണ് എൻ്റെ ബിഗ് ബോസ് ഫോൺ ഫ്രണ്ട്സുകൾ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഓരോ ആൾക്കാർ, എനിക്ക് അവരെയാണ് ഇഷ്ടം, എനിക്ക് ഇവരെയാണ് ഇഷ്ടം. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഗബ്രീനെ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു, ജിൻഡോനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് അവരുടെ ഇഷ്ടങ്ങളുണ്ട്. പക്ഷേ ഈ സീസണിൽ ഈ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അത് എങ്ങനെയെന്ന് എനിക്ക് ഇവരാരും കണക്റ്റഡ് അല്ല. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും എനിക്ക് എന്നിൽ നിന്ന് ഈ ഇത്രയും ദിവസങ്ങൾ, ഇത്രയും 2 മാസം കഴിഞ്ഞു, ഇത്രയും ചാറ്റിൻ്റെ ഇടയിൽ ഇവർക്ക് ആർക്കും ഒരു ഫേവറേറ്റ്സ് ഇല്ല. ഇവർ ഓരോ ദിവസം വന്നിട്ട് അവർ കൊള്ളാം, ഇവർ കൊള്ളാം, ഓരോ ദിവസത്തെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ഇന്ന് ഇവർ കൊള്ളായിരുന്നു. കുറച്ച് ദിവസം ചിലവർ കുറച്ച് പേരെ കുറിച്ച് സംസാരിക്കും. അപ്പം ഞാൻ വിചാരിക്കും ഇയാളുടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അടുത്ത ദിവസം തന്നെ അയാൾ പറയും ഇയാൾ ശരിയല്ല, അപ്പം ഇയാൾ പോയത് തന്നെ നല്ലതായെന്ന് പറയും. അപ്പം ഞാനാലോചിക്കും, അപ്പം നിങ്ങൾക്ക് അയാൾ ഇഷ്ടമായി, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ പേര് ഇപ്പോൾ പറയുന്നുണ്ട് ആരും ജയിക്കണ്ട എന്ന് പറയുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി. സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ സീസണിൻ്റെ പ്രത്യേകതകളാണ്. ഓർക്കും ആരും ഇഷ്ടമല്ല ഈ സീസണിൽ. ഇവരെല്ലാവരും കൂടെ ചേർന്നാണോ സാബുമാൻ, അതായത് ഈ ഫ്രണ്ട്സ് അല്ല, ഇങ്ങനെയുള്ള കുറേ പേരുണ്ടാവൂലേ, ഇവരെല്ലാവരും കൂടെ ചേർന്നായിരിക്കുമോ സാബുമാന് വോട്ട് കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സാബുമാൻ ഭയങ്കര ഒരു കെണിയാണ് കേട്ടോ. ബാക്കിയുള്ളവർക്ക് വലിയൊരു കെണിയെന്ന് പറഞ്ഞാൽ വലിയൊരു കെണി. കാര്യം സാബുമാൻ അവിടെ നിൽക്കുക, ബാക്കിയുള്ളവരൊക്കെ എവിക്റ്റ് ആവുകയാണെങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നമ്മൾ കോമഡി ആയിട്ട് കാണുന്നത്, അങ്ങോട്ടൊക്കെയോ അത് സാബുമാനെ കൊണ്ടിട്ടല്ല വോട്ട് കിട്ടണത്. സാബുമാൻ ഇപ്പം പിന്നെ ഇതിൻ്റെ ഇടയിൽ സാബുമാൻ്റെ ചെറിയ കാര്യങ്ങൾ, പുള്ളിക്കാരൻ ആ കൂടെ ലൈവിനകത്തും 1-2 പ്രാവശ്യമൊക്കെ കാര്യങ്ങൾ പറയുള്ളൂ. ബിഗ് ബോസിനെ നോമിനേഷനിലും ഒക്കെ കുറച്ച് കാര്യങ്ങൾ അതിനെടുത്ത് നല്ല ഹൈപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇടുന്നുണ്ട്. സോ അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഇവറ്റകളെ കാട്ടിയും ഭേദമാണ് ഇതെന്ന് പറഞ്ഞ് അങ്ങനെ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവർ ആരും വേണ്ട, ഇയാൾ മതി, അവനും കിട്ടണ്ട ഇവനും കിട്ടിയാൽ മതി, ഇവർക്ക് ആർക്കും കിട്ടണ്ട, അങ്ങനെ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ സാബുമാൻ ഭയങ്കര ഒരു പാരയാണ് ബാക്കിയുള്ളവർക്ക്. പക്ഷേ ഇത് ഇൻഡയറക്ട്ലി ഈ ഗെയിം കഴിയുമ്പം സാബുമാന് തന്നെ പണി കിട്ടും കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ നേരെ തിരിയും.
ഓഡിയൻസിനെ വിശ്വസിക്കുകയും വേണ്ട, ഈ കമൻറ്റ് സെക്ഷനൊന്നും വിശ്വസിക്കരുതേ. ഫുൾ ആർമി ഫാൻസ് ഒക്കെയാണ്. പിന്നെ ഇന്ന് നല്ലത് പറയണത് നാളെ മോശം പറയും, അങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായം പറയൂ. സാബുമാനിസം പണി കിട്ടാൻ പോണ സാബുമാനാണോ അതോ വീട്ടുകാർക്കാണോ? പറയൂ.